നമസ്കാരം. LDFനെയും UDFനെയും ഇത്രകാലം നമ്മൾ മാറി മാറി ജയിപ്പിച്ചു, എന്നിട്ട് എന്തായി എന്ന ചോദ്യം ഏതൊരു സാധാരണക്കാരന്റെയും നാവിലുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP പടുത്തുയർത്തിയ വികസന മാതൃകകൾ കാണുമ്പോൾ BJP ഭരിച്ചാൽ കേരളവും രക്ഷപ്പെടുമോ എന്ന ചിന്ത പതുക്കെയാണെങ്കിലും മലയാളികളുടെ മനസ്സിൽ വേരുറപ്പിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ രണ്ടാം ഊഴം കേരളത്തെ എത്തിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്കാണ്. ശമ്പളത്തിനും പെൻഷനും വേണ്ടി കേന്ദ്രത്തിനു മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ. വ്യവസായങ്ങൾ പൂട്ടുന്നു. യുവാക്കൾ തൊഴിൽ തേടി കൂട്ടത്തോടെ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു. കടമെടുത്ത് മുടിഞ്ഞ ഈ നാടിനെ രക്ഷിക്കാൻ മോദി സർക്കാർ കാണിക്കുന്ന സാമ്പത്തിക അച്ചടക്കം ഇവിടെയും വേണം. വികസനം വെറും ഫ്ലെക്സ് ബോർഡുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ജനങ്ങൾ മാറ്റത്തിനായി ദാഹിക്കുന്നു. കേരളത്തിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇടതും വലതും നടത്തുന്ന പ്രീണന രാഷ്ട്രീയമാണ് ജനങ്ങളെ BJPയിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു ഘടകം. UDFലെ ഇസ്ലാമിക സംഘടനകളുടെ അമിത സ്വാധീനവും LDF സർക്കാർ പുലർത്തുന്ന വിവേചനപരമായ നിലപാടുകളും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകമാകെ പടരുന്ന തീവ്രവാദ ചിന്താഗതികൾ കേരളത്തിലും പിടിമുറക്കുമോ എന്ന ഭയം സാധാരണക്കാരനെ അലട്ടുന്നു. സ്വന്തം നാടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ BJPയുടെ കരുത്തുറ്റ കേന്ദ്രഭരണം ഇവിടെയും വേണമെന്ന ചിന്ത ഇന്ന് ശക്തവുമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് BJPയും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള അടുപ്പം. PC ജോർജിനെ പോലെയുള്ള നേതാക്കൾ BJPയുടെ ഭാഗമായതും ഇതിന്റെ തെളിവാണ്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിൽ സഭ ഉന്നയിച്ച ആശങ്കകൾ ഏറ്റെടുക്കാൻ BJP തയ്യാറായത് അവരെ പാർട്ടിയോട് അടുപ്പിച്ചു. നാടിനെ രക്ഷിക്കാൻ BJPക്ക് കഴിയൂ എന്ന ബോധ്യം ക്രൈസ്തവ മേഖലകളിൽ ശക്തമായിട്ടുണ്ട്. പണ്ട് 10% ഒതുങ്ങിയിരുന്ന BJPയുടെ വോട്ട് വിഹിതം ഇന്ന് 20% മുകളിലേക്ക് കുതിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുന്നേറ്റവും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിജയവും BJPക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടെന്ന് തെളിയിക്കുന്നു. കേരളം ഇനി വെറും ഇടതും വലതും തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് BJP കൂടി ഉൾപ്പെടുന്ന ഒരു 3 മുന്നണി പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഈ വോട്ട് വർധനവ് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു ശക്തിയായി മാറുമെന്നത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ, അത് സൗജന്യ റേഷനായാലും കിസാൻ സമ്മാൻ നിധി ആയാലും ജൽജീവൻ മിഷൻ ആയാലും സാധാരണക്കാരന്റെ വീട്ടുമുറ്റത്ത് എത്തുന്നുണ്ട്. പറയുന്നത് പ്രവർത്തിക്കുന്ന ഭരണാധികാരി എന്ന മോദിയുടെ പ്രതിച്ഛായ കേരളത്തിലെ യുവാക്കളെയും സ്ത്രീകളെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുമുണ്ട്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം നൽകുന്ന പിന്തുണ ജനങ്ങൾ നേരിട്ട് കാണുന്നു. അഴിമതി രഹിതമായ ഭരണം കേരളത്തിലും സാധ്യമാക്കാൻ BJPക്ക് കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഭയവും പട്ടിണിയും ഇല്ലാത്ത ഒരു കേരളം ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നു. മുന്നണികളുടെ ഒത്തുകളി രാഷ്ട്രീയത്തിൽ മനമെടുത്ത ജനതയ്ക്ക് മുന്നിൽ BJP ഒരു ശക്തമായ ബദലായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് മറിയുന്നത് അധികാരത്തിന്റെ കസേരകളിലല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന വിപ്ലവത്തിലേക്കായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.